4 കിണർ താത്തി വെള്ളമില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും പറയും, ദൈവമേ ഇത്രയും സ്ഥലത്ത് നമുക്ക് കുടിക്കാൻ വെള്ളമില്ലേ പോലും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നേ. നമുക്ക് ഒരുപാട് സന്തോഷം. അന്ന് തൊട്ട് മോനെ വിളിക്കുന്നതാ. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ അടുത്ത് ഏനാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒത്തിരി കിണറുകളൊക്കെ താഴ്ത്തിയിട്ട് വെള്ളം കിട്ടാതെ ഇവിടെ സ്ഥാനം കണ്ട് വെള്ളം കിട്ടുമോ ബിബിനെ എന്ന് ചോദിച്ച് അവിടെ സ്ഥാനം കണ്ട് വെള്ളം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പൊ ആ വീട്ടിലോട്ടൊന്ന് പോയാലോ? ചേച്ചി അറിയോ? ഇഷ്ടമാതിരി വെള്ളമായി ഞങ്ങൾക്ക്. ആണോ? ഞാൻ മൈക്കൊക്കെ ആയിട്ട് വന്നേ, ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാ. ചേച്ചി ഇതോടെ വെച്ചോ, എങ്ങനെയുണ്ടെന്ന്. വേഷം മാറണോ? വെച്ചിരുന്നു. ഈ മൈക്കോടെ വെച്ചോ. ഇത് എവിടെ വയ്ക്കണ്ടേ? ഇത് എവിടെ വയ്ക്കാം? ഇതിൽ വെച്ചു. ആ ഓക്കെ. ചേച്ചി ഇവിടെ നിങ്ങൾ എത്രാമത്തെ കിണറാ ആദ്യേ? ഞങ്ങളിത് 4ാമത്തെ കിണർ. 4ാമത്തെ കിണറാ? വെള്ളം കിട്ടിയപ്പോ സന്തോഷമായോ? ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, അനുഗ്രഹം കൊച്ചിനെന്നും ഉണ്ടാവും. എന്താ പറഞ്ഞേ? കൊച്ചിനെന്നും ഞങ്ങളുടെ അനുഗ്രഹം. ഓ, പ്രാർത്ഥന അനുഗ്രഹവും പ്രാർത്ഥന. നമ്മളിങ്ങനെ എത്ര കിണർ താത്തും മൂട്, ഇത് തന്നെ നമ്മളിങ്ങനെ പേടിച്ചാ താത്തണത്. അതെ, എല്ലാ പണിയും കഴിച്ചു. അതെല്ലേ? മോട്ടർ ഇങ്ങോട്ട് എടുത്ത് വെള്ളം കണ്ടു. മോൻ പറഞ്ഞ മാതിരി 10 കൊല്ലം വെള്ളം കണ്ടു. 10 കൊല്ലം വെള്ളം കണ്ടു. 2 കൊല്ലം കൂടെ താത്തി. അന്ന് 10 കൊല്ലം വെള്ളം കണ്ടെന്നല്ലേ പറഞ്ഞിരുന്നേ? അതെ. ഓക്കെ, കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആയിരുന്നു. ഒരുപാട് വെള്ളമുണ്ട്. നല്ല ഭംഗിയില്ലേ കിണറൊക്കെ? ഇതാണ് കിണർ. ഓ ഓക്കെ. ഇപ്പൊ ഒത്തിരി വെള്ളം ഉണ്ടല്ലേ? ഒരുപാട് വെള്ളമുണ്ട്. അന്നാണെങ്കിലും ഉണ്ടല്ലോ, ഒരു നിലയില്ലാത്ത വെള്ളം കിട്ടിയായിരുന്നു. 10 കൊല്ലം വെള്ളം കിട്ടിയിട്ട് മോട്ടർ അടിച്ചു പറ്റിച്ച് 2 കൊല്ലം കൂടെ താത്തി. ഒട്ടും മഴ പെയ്തുണ്ടായിരുന്നല്ലോ നേരം? ഇല്ല. ഒന്നും കഴിക്കാൻ വേണ്ട, ഞങ്ങൾ ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. അടുത്ത വീട്ടിലെ ഒരാൾ അവിടെ റോട്ടിൽ നിൽപ്പുണ്ട്. ചേച്ചിയുടെ പേര് ഞാൻ ചോദിച്ചില്ല. മിനി. ഓക്കെ. ചേട്ടനോട് അന്വേഷണം പറഞ്ഞേരെ, വന്നു എന്ന് പറഞ്ഞേരെ, അപ്രതീക്ഷിതമായിട്ട് വന്നേന്ന് പറഞ്ഞേരെ, വീഡിയോ എടുത്തു എന്നും പറഞ്ഞേരെ. ഞങ്ങൾ ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തേക്കാം. കിണറൊക്കെ കണ്ട് സന്തോഷമായി. സന്തോഷം. പായസം വെച്ചില്ലേ? പിന്നെ ഇവിടെ അവർക്ക് ഞങ്ങളൊക്കെ ചെലവൊക്കെ ചെയ്ത് താത്താൻ കൂടിയവർക്ക്, പണിക്കാർക്ക്. അപ്പൊ എനിക്ക് ചെലവ് ചെയ്തില്ല കേട്ടോ. അത് പറഞ്ഞിട്ട് വന്നു കേട്ടോ. ഊണൊക്കെ റെഡിയാക്കാം. പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം ഇതിലെ വരുമ്പോ കയറാം. ഓക്കെ, ഇപ്പൊ കൊണ്ടെന്നാ. ബൈ.